അയിമ പൊന്നോണ്ട് പുളിശ്ശേരി വെച്ചതെന്നാലും അമ്മ ആണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം. അങ്ങനെയല്ല, എനിക്ക് എന്നെ മിസ് ചെയ്തോ മമ്മി ഞാൻ പോയപ്പോ? ശരിക്കും കേട്ടോ, ചുമ്മാ കളറൊക്കെ ഉണ്ട്. ഹായ്, ഐ എം ദിവ്യ ബ്രിൻഡോ. മമ്മിക്കുട്ടി അങ്ങനെ കൈ കാണിക്കണമെന്ന് പറഞ്ഞാലോ, മകള് വീട്ടിൽ പോയിട്ട് എന്തിനാ വരാൻ കഴിയുമല്ലോ ഇങ്ങോട്ട്. ഓഹോ, ഇവിടെ വലിയ പൊന്നു ഉള്ളം കൈ കൊണ്ടു നടക്കണതാ. പക്ഷേ മകള് വീട്ടിൽ പോയപ്പോഴത്തേനും ഞങ്ങള് മടുത്തു വെച്ച് ഭയങ്കര ഡാഡി പോരുമില്ല ഇപ്പൊ. അതിനകത്ത് ഭയങ്കര ബോറടിയായിരുന്നു മമ്മി. അത് അതിനൊരു ട്രിക്കൊക്കെ വേണം. എന്നാന്നറിയാവോ, ബാ മനുഷ്യ നമുക്ക് ഇന്നടം വരെ പോവാന്നൊക്കെ പറഞ്ഞ് പോണം. എവിടെയെങ്കിലും പോണം, മൂന്നാറൊക്കെ പോവാന്നൊക്കെ പറഞ്ഞ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ് കൊണ്ടോണം. എന്നിട്ട് അവിടെ ചെല്ലുമ്പോ ഏതൊരു റിസോർട്ടിൽ കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടുപോയി റൂമൊക്കെ എടുപ്പിക്കണം. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങൾ എറണാകുളം പോയി കഴിഞ്ഞപ്പോ മമ്മിയും പറഞ്ഞു കേട്ടോ, മമ്മിക്ക് ഇങ്ങനെ ഡാഡിയുടെ കൂടെയൊക്കെ സോളോ ട്രിപ്പ് കെട്ടിയോളം മാത്രം അങ്ങനെ പോകാനൊക്കെ ആഗ്രഹമുണ്ട്. എന്റെ അപ്പനും അമ്മയ്ക്കും, എന്റെ മമ്മിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പനും വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ അത് നടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന ആദ്യം നമ്മളൊരു നാക്കിലൊക്കെ കൊണ്ടുപോകണം, അതിനുള്ളൊരു ട്രിക്കൊക്കെ യൂസ് ചെയ്യണം. പിന്നെ അവർക്കും അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോലോ നടക്കിയല്ല മോനെ, നടത്തിയെടുക്കണം. അതാ പെണ്ണ്. ഭയങ്കര ബോറിംഗ് ആയിരുന്നു കേട്ടോ. ഒരു ദിവസം 2 ദിവസമൊക്കെ രസമാണ്. മമ്മി എന്നാ ചെയ്തു? ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടല്ലോ, വെറുതെ ഇരിക്കാലോ എന്നൊക്കെ. ഓഹോ, ശരിക്കും ഭയങ്കര മടുപ്പായിരുന്നു. ഭക്ഷണം കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണമില്ലായിരുന്നു. എന്തേലും ഉണ്ടാക്കാന്ന് ഓർത്ത് കഴിയുമ്പോ ഓ മകളും കൂടെ വരട്ടെ, മകള് ഇല്ലല്ലോ ഇവിടെ. അമ്മ ഏതാണ്ട് റെസിപ്പിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ രാവിലെ മീൻകറിയൊക്കെ വെച്ചല്ലോ. അതെ, ഡാഡിക്ക് ചക്ക പുഴുങ്ങിയതും മീൻകറിയും വേണമെന്ന് ഒരു മോഹം. ഇന്നലെ ഇവിടെ ഭയങ്കര രസമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കേണ്ട അവസ്ഥയായിരുന്നു. ഭയങ്കര പുകയായിരുന്നു എന്റെ പൊന്നു. ഒരാൾ അടുക്കളയൊക്കെ അടച്ചിട്ട് ഈച്ചയ്ക്കും പൂച്ചയ്ക്കും ഒന്നും കൊടുക്കാതെ മീൻകറി ചൂടാക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ ഏതാണ്ട് ഉപദേശിച്ചോണ്ടിരിക്കുകയായിരുന്നു 1 മണിക്കൂറായിട്ട് കേട്ടോ. അപ്പൊ എന്തോ ഒരു മണം വരുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിക്കുകയായിരുന്നു, ഒരു മണം കത്തുന്ന പോലെ ഒരു മണം വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ ദിവ്യോട് ചോദിക്കുകയാണ്. എന്നിട്ട് എനിക്ക് പിടിയിൽ ഇച്ചിരി കഴിയുമ്പോ ദൈവമേ മീൻകറി. അത് കഴിഞ്ഞിട്ട് ഈ വാതിൽ തുറന്നു നോക്കിയപ്പോ ഇവിടെ മൊത്തം പുക, ഭയങ്കര പുക. ചട്ടി കത്തി, അതുകൊണ്ട് കത്തി, അടപ്പ് കത്തി. ഇതിനും മേലെ ആ പൂച്ച കൊണ്ടുപോലായിരുന്നു പോലെ, കരിക്കട്ട പോലെ. എന്നിട്ടുണ്ടല്ലോ ഞാൻ ഈ ഫാനിടാനും ജെല്ല് വറക്കാനൊക്കെ താമസിച്ചത് എന്റെ തൊണ്ടയിൽ ഇങ്ങനെ ഭയങ്കര വിഷമായി പോയി. ഈ ഗ്ലാസ്സിൽ നിന്ന് ഇച്ചിരി ഒരു തുള്ളി വെള്ളം എടുത്ത് കുടിക്കുമ്പോ വരെ പുകച്ചോയായിരുന്നു ഗ്ലാസ്സിന് വരെ. രാവിലെ വന്നിട്ട് ഇവിടെ മുഴുവൻ മണമായിരുന്നു. ഞാൻ പിന്നെ എയർ പ്രഷർ അതൊക്കെ അടിച്ച് ഞാൻ രാവിലെ എണീറ്റപ്പോ നല്ല പെർഫ്യൂമിന്റെ വേണം ഹാളിൽ. ഞാൻ വിചാരിച്ചു മമ്മി രാവിലെ പെർഫ്യൂം ഒക്കെ അടിച്ച് പള്ളിയിൽ പോയതായിരിക്കും. അയ്യോ, ഞായറാഴ്ച അല്ലല്ലോ. ഞാൻ നോക്കിയപ്പോ ഇവിടുന്ന് ഒരു പുകപടലും ഞാൻ കണ്ടു. ഞാൻ ഓടി, കാരണം എനിക്ക് ശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചട്ടിയൊക്കെ പോയി കേട്ടോ. അതെ, ആ ചട്ടി പോയോ? ആ ചട്ടി പുതിയ മീൻ ചട്ടി എടുത്തു ഞാൻ. പുതിയൊരു ചട്ടി എടുക്കാൻ ഒരു കാരണമില്ലേ? അതെ, നല്ല വെള്ള ചൂര കറി വെച്ചത് കേട്ടോ. ഇവിടെ ഒത്തിരി എരിവ് പാടില്ലാത്തോണ്ട്, ഒത്തിരി എരിവ് വേണ്ടാത്തോണ്ട് ഞാൻ എരിവ് വളരെ കുറച്ചായിട്ടായിരുന്നു. പക്ഷെ ക്യാമറയിൽ നോക്കുമ്പോൾ നല്ല കളറുണ്ട് കേട്ടോ. ഉണ്ടോ? ഇത്രയും മതി. ഇതിന് എരിവ് കൂടുതലാണെന്ന് ഞാൻ ഓർക്കുക. എന്നാലേ മമ്മി പൂച്ചയ്ക്ക് പോലും കൊടുക്കാതെ വെച്ചിരുന്ന മീൻകറിയാ. കരിഞ്ഞു പോയതിന് ഒരു വിഷമവും ഇല്ല. നോക്കി കാശ്മീരി മുളക് പൊടിയാ ചേർക്കണം. പക്ഷെ ഭയങ്കര എരിവാന്ന്, എന്താന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇനി കാശ്മീരി മുളക് പൊടിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കേ. സാധാരണ എരിവില്ലാന്നല്ലേ പറയണ, നല്ല കൊഴുപ്പും കളറും ഒക്കെ ആയിട്ട്. ഇതിന് പക്ഷെ ഭയങ്കര എരിവാ. എന്റെ പൊന്നു മമ്മി, ഞാൻ മീൻ കഷ്ണം കഴുകി തിന്നേണ്ടി വരും, കാരണം എനിക്കത് എരിവ് കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അസിഡിറ്റി ആയതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ. മമ്മി എന്നെ മിസ് ചെയ്തോ മമ്മി ഞാൻ പോയപ്പോ? ശരിക്കും കേട്ടോ, ചുമ്മാ എനിക്ക് മിസ് ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡാഡിയും പറഞ്ഞു. ഞങ്ങളെങ്ങനെയാണെന്നറിയാവോ, ഒരു 6:30 ആകുമ്പോഴത്തേക്കും ഗേറ്റ് അടച്ച് പൂട്ടും. ജെല്ലും എല്ലാം അടച്ച് ചുമ്മാ ആ മുറിയിൽ ആ ടിവിയും വെച്ചോണ്ട് അവിടെ ഇരിക്കും. ഞാൻ 9 മണിക്കൊക്കെ കിടന്നുറങ്ങണേ. ഞാൻ ഉറങ്ങുന്നത് 12 മണിക്കൊക്കെ. ദൈവാനുഗ്രഹം കൊണ്ട് നല്ല ഉറക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങും. 6 മണി കഴിയുമ്പോ എണീക്കും. എല്ലാരും വലിയ പണിയൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ചക്ക ഒഴുകിയതോ അങ്ങനെ എന്തെങ്കിലും. കൂട്ടുകൂടിയോ അതോ ചെറിയ വഴക്കുകൾ കൂടിയോ? പിന്നെ ചെറിയ വഴക്കുകളൊക്കെ. അയ്യോ മതി. ഞാൻ 10 ദിവസം അവിടെ വീട്ടിൽ പോയത് അറിഞ്ഞില്ല അമ്മ. എനിക്ക് ഭയങ്കര മിസ് ചെയ്യോ വീട്. ഇപ്പൊ നാളെ വരാം, നാളത്തെ കഴിഞ്ഞ് വരാന്നൊക്കെ പറഞ്ഞ് പോയ ആളാണ് കേട്ടോ. പൊടി പോലുമില്ല കണ്ടുപിടി. വീട്ടിൽ ഞാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പോവാറുണ്ടോ? കല്യാണം കഴിഞ്ഞ് ആയിരത്തിനും
പോയില്ലായിരുന്നു. അന്നേരം കെട്ടിയാനും പൊത്തി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അന്നൊന്നും പോയിട്ടില്ല. ഇപ്പോഴാണ് പിന്നെ ഗർഭിണിയൊക്കെ ആയപ്പോ അമ്മയുടെ അടുത്തിരിക്കാനുള്ള ഒരു കൊതിയൊക്കെ ആയിരിക്കും ഞാനും ഓർത്തു. അമ്മ എനിക്ക് നല്ല അമ്മായിമ്മ പൊന്നോണ്ട് വിളിച്ചേരി വെച്ചിരുന്നാലും അമ്മ ആണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം. അങ്ങനെയല്ല, എനിക്ക് രണ്ട് കണ്ണുണ്ട്. അതിൽ ഏത് കണ്ണ പ്രധാനപ്പെട്ടെന്ന് ചോദിച്ചാ എന്നാ പറയണേ? ഇച്ചിരി സോഫ്റ്റ് കോർണർ ഉണ്ട് നമുക്ക്. അത് ഞാൻ നിന്ന സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതെ അല്ലേ, ഞാൻ നിന്ന സമയത്തൊക്കെ മമ്മിയായിട്ട് നല്ല അടി വയ്ക്കുമായിരുന്നേ. അതെയോ? ഇപ്പോഴാണ് പൊരിഞ്ഞ സ്നേഹം. പൊരിഞ്ഞ സ്നേഹം മീൻസ് കാണാതിരിക്കുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു കാണണം എന്നൊരു തോന്നല. പിന്നെ ആണെങ്കിൽ ഇറങ്ങാൻ നേരത്ത് മമ്മി എനിക്ക് കപ്പപ്പുഴുക്കും ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ എനിക്ക് ഇച്ചിരി കഴിക്കുമ്പോ ഈ ശ്വാസം മുട്ടലായിട്ട് ഞാൻ കഴിച്ചില്ല. അത് ഞാനും ഓർത്തില്ല. ഞാൻ പിന്നെ മമ്മിയോട് പറഞ്ഞു എനിക്കിപ്പോ വേണ്ട, കുഴപ്പമില്ല. അപ്പൊ കഴിക്കണം തോന്നിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടെ ഉണ്ടാക്കണ ബീഫും പന്നിക്കറിയൊക്കെ വെച്ച് കഴിയുമ്പോ മാർക്ക് വലിയ കോളി. അത് മമ്മിയുടെ ബീഫ് കറി. ഉണ്ടാക്കി കൊടുക്കുമ്പോ അതിനൊക്കെ മാറ്റമുണ്ട്. അങ്ങനെയാണോ? മമ്മിയുടെ ബീഫ് കറിയും കപ്പയും വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. ചെറുപ്പം മുതലേ നമ്മള് കഴിച്ചു പിടിച്ച ടേസ്റ്റ് ആണല്ലോ. അതെ 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 അതെ. ആ ഒരു എന്താ എല്ലാ കറികൾക്കും നമ്മുടെ അമ്മമാരുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അത് തന്നെ, അമ്മമാര് നമ്മള് ചെറുപ്പം മുതലേ ശീലിച്ച ആ ടേസ്റ്റ് നമുക്ക് എന്നും ഇഷ്ടമായിരിക്കും. അതെ അതെ അതെ. ഇന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടേ? ഇന്ന് മമ്മി ഏതാണ്ട് സ്പെഷ്യൽ ദോശ ഒരു സ്പെഷ്യൽ ദോശ. ചുമ്മാ ഞാൻ ഓർത്തേ, ഒരാൾ എന്നെ വിളിച്ചു പറയാണേ വേഗം ഒന്ന് വാ, ഞാൻ കൊറേ റെസിപ്പിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നുണ്ടാക്കണ ഓർക്കും, ഓ മകള് ഇവിടെ ഇല്ലല്ലോ, എന്നാ ഉണ്ടാക്കാൻ, മകളും കൂടെ വന്നിട്ടുണ്ടാക്കാം. ഒരു സാധനവും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയില്ല ഞാൻ, ഒന്നും ഉണ്ടാക്കിയില്ല. എപ്പോഴും ഞാൻ ഓർക്കും മകളില്ലാതെ എന്നെ ഉണ്ടാക്കാൻ. മമ്മിയുടെ ഡെയിലി ഫുഡ് നോർമൽ ഫുഡ് ബിരിയാണിയും കപ്പയൊക്കെ അറിയാവോ? ചക്ക ഇട്ട് നന്നായിട്ട് എല്ലാ ദിവസവും ചക്ക ഒഴുകി തിന്നു. എങ്ങനെ ഈ ചക്ക തിന്നുന്നോ എനിക്കറിയില്ല. രാവിലെ കഴിക്കും, വേണേ ഉച്ചയ്ക്കും കഴിക്കും, വേണേ വൈകിട്ടും കഴിക്കും. ചക്കര ഇഷ്ടമാണ്. എന്റെ പൊന്നെ, എന്നെ കൊണ്ട് പറ്റില്ല. കപ്പ വേണേ ഞാൻ കഴിക്കും. ഈ എനിക്ക് കപ്പയുടെ പക്ഷെ ഞാൻ ചക്ക ഇങ്ങനെ ഇന്ന് ചക്ക നാളെ ചക്ക. അപ്പൻ ചക്ക അതിങ്ങനെ ചക്ക പൊഴിഞ്ഞാല് നല്ല പുട്ട് പോലെ ചക്കപ്പൊഴി, നല്ല ചൂടൻ ചക്കപ്പുഴുക്ക് ഇഷ്ടം കുറച്ച്. അത് ഡെയിലി ആയി കഴിഞ്ഞാൽ പറ്റില്ല. അതെ, ഡാഡിക്ക് ചക്ക മറിയെന്നാ പറഞ്ഞ. ഞാനും കൊണ്ടല്ലോ വെച്ചാൽ ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ട്, ദോശ ഇടാൻ നമ്മുടെ എന്തോ സ്പെഷ്യൽ കൂട്ട് ഇതിനകത്തുണ്ടല്ലോ. ഞാൻ ഉഴുന്നും ചേർത്തു, കുറച്ച് മറ്റേ എന്താന്നറിയാവോ, അമ്മയ്ക്ക് ഇവിടെ ഉപയോഗമില്ലാത്ത എല്ലാ ധാന്യങ്ങളും മമ്മി ഇട്ടിട്ടുണ്ട്. കടലപ്പരിപ്പില്ലേ, അത് കഴിച്ചിട്ട് കുറുമ്പുല് പൊടിയും കൂടി ഇടായിരുന്നു, അത് മറന്നുപോയി. അത് വെറുതെ ഇരിക്കും അതിവിടെ. അപ്പൊ നിറം മാറിപ്പോവില്ലേ ദോശയുടെ? ഇല്ല ഇല്ല, റെഡ് കളറാണ്, ചെറിയൊരു കളർ. അത് നോക്ക്, ഞാൻ ഇതിനകത്ത് ചെറുപയർ പരിപ്പ്, പിന്നെ മറ്റേ കടല നമ്മള് സാമ്പാർ പരിപ്പില്ലേ, കടലപ്പരിപ്പ്, അത് ഒരു ഇച്ചിരി ഇട്ടു കേട്ടോ, ഒരുപാടൊന്നുമില്ല. പിന്നെ ഇച്ചിരി ഉലുവയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചു വെച്ചത് നമുക്കൊന്ന് ചുട്ട് നോക്കാം. നെയ്യ് ദോശ ആയാലോ നമുക്ക്? നെയ്യ് ഒഴിച്ചാൽ മതി. എനിക്ക് നെയ്യ് വേണ്ട, ഞാനിനി ഒന്നും കൂടെ ചേർത്ത് വരില്ല. ചക്കയുടെ കാലം 3 കിലോ കൂടി ഞാൻ. അത് വലിയ സംഭവം. ഞാൻ എന്ത് പാടുപെട്ട് കുറച്ച് കൊണ്ടുവന്നാൽ 67 കിലോ ഉണ്ടായിരുന്നു, ഞാൻ 70 കിലോ. അതെ, UK ചെന്ന് കഴിഞ്ഞ മമ്മി എയർ ഫ്രയറിൽ എണ്ണ പോലും ഒഴിക്കാതെ ഉണ്ടാക്കി തിന്നോണ്ടിരുന്ന മമ്മിയാ. എയർ ഫ്രയർ അങ്ങനെ ഞാൻ കാര്യമായിട്ട് ഒരു പ്രാവശ്യം കണ്ട് ഉപയോഗിച്ചതേ ഉള്ളൂ കേട്ടോ, ഉണ്ടാക്കി കഴിച്ചുള്ളൂ. അല്ലാതെ ഫുഡ് നമ്മുടെ ചക്കയും കപ്പയൊന്നും അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ വയറൊക്കെ നല്ല വയറൊക്കെ മമ്മിയുടെ പോയി കേട്ടോ. പക്ഷെ മമ്മിക്ക് വയറാന്ന് പറഞ്ഞ് കളിയാക്കി ഇപ്പൊ എനിക്ക് വയറായി. ആ വയറല്ല, ശരിക്കും എനിക്ക് വയറ് ചാടിയായിരുന്നു. നമുക്ക് തുടങ്ങാല്ലേ? മീൻ കറി. മമ്മി ഇന്നലെ മീൻ കറി കരിഞ്ഞു പോയതിന്റെ പകരവും പലിശയും തീർത്ത് ഇന്ന് അടിപൊളി മീൻ കറി വെച്ചു അല്ലേ? നല്ല വെള്ളച്ചൂരയാണ്.